നമസ്കാരം. 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 ഗുഡ് ഈവനിംഗ്. ഗുഡ് ഈവനിംഗ് കൊച്ചി. ഗുഡ് ഈവനിംഗ് പ്രകാശ് ടു ജയസ്. വളരെ സന്തോഷം. പ്രത്യേകിച്ച് പുതിയ പദവി നിലവിൽ ആദ്യമായിട്ട് 2022 തുടങ്ങി വെച്ച ഒരു സിനിമയുടെ പ്രദർശനം നിങ്ങളെപ്പോലെ തന്നെ വലിയ എക്സ്പെക്ടേഷനോടെ കാത്തിരിക്കുന്നു, വലിയ പ്രതീക്ഷയോടെ നടത്താനുള്ള എനിക്ക് ദൈവം തരുന്ന മറ്റൊരു അനുഗ്രഹമാണ്. നിങ്ങളുടെ മുന്നിലേക്ക് നല്ല ഒരു സിനിമയുമായി, നല്ല വിഷയം കൈകാര്യം ചെയ്യുന്ന ഒരു സിനിമയുമായി ഒരിക്കൽ കൂടിയാണ് ഏതാണ്ട് ഒരു വർഷവും 8 മാസത്തിന് ശേഷമാണ് എൻ്റെ സിനിമ തിയേറ്ററിലേക്ക് എത്തുന്നത്. എവിടെ എന്ന് പറയുന്ന സൂപ്പർ സിനിമയ്ക്ക് ശേഷം ജയശ്രീ എത്തുമ്പോൾ എൻ്റെ ഒരു പ്രതീക്ഷ, എൻ്റെ കുടുംബത്തിൻ്റെ പ്രതീക്ഷ, എൻ്റെ ഇഷ്ടപ്പെടുന്നവരുടെ പ്രതീക്ഷ, സിനിമയെ സ്നേഹിക്കുന്നവരുടെ വിഷയ ദാരിദ്ര്യം എന്നൊരു പക്ഷേ ആരെങ്കിലുമൊക്കെ ഒരു ചെറിയ പരിഭവം അറിയിക്കുന്ന ഒരു മേഖലയിൽ കൂടിയാണ് സിനിമ. സിനിമയിൽ ഒരു പ്രസക്തമായ മീഡിയമാണ്. ആ വിഷയ ദാരിദ്ര്യം എന്ന് പറയുന്നത് പൂർണ്ണമായി നിങ്ങൾ സംതൃപ്തരാകുന്ന തരത്തിലൊരു വലിയ വിഷയമാണ് സിനിമയിൽ കൈകാര്യം ചെയ്യുന്നത്. ഇവിടെ ഒരു സ്ത്രീ പക്ഷ രാഷ്ട്രീയമുണ്ടെന്ന് ഇതിൻ്റെ സംവിധായകൻ പ്രവീണന്മാരെ അറിയിച്ചു. ഞാൻ പറയുന്നത് ഒരു സ്ത്രീ ഹൃദയം പെരുകുന്ന സിനിമയാണ്. പെൺമക്കളും ഭാര്യമാരും അമ്മമാരും പെങ്ങന്മാരുള്ള ഓരോ പുരുഷനും പക്ഷേ ഒരു ചെറിയ പോറൽ ഹൃദയത്തിൽ ഏൽപ്പിക്കുന്ന നിറയെ മുഹൂർത്തങ്ങൾ ഈ സിനിമയിൽ. അങ്ങനെ ഒരു സഹോദരനായി, അങ്ങനെ ഒരു നല്ല ചിന്തയുടെ മകനായി, അങ്ങനെ ഒരു സ്ത്രീയുടെ ഹൃദയത്തിൽ പോറലല്ല, ഒരു നല്ല വക്കീലായിട്ടാണ് ഞാൻ ഈ സിനിമയെ അറിവിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഒരു സർപ്രൈസ് പൊളിക്കുകയാണ് എന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. I thought my performance, and I still think I am a villain in this. ഒരു വില്ലൻ ഭാവം എനിക്ക് സിനിമയിലുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് കഥ പൊളിച്ചു, കഥ തുറന്നു പറഞ്ഞൊന്നും വിചാരിക്കുന്നത്. നീ ഒരുപാട് കാര്യങ്ങളാണ് ഈ സിനിമയിൽ കൈകാര്യം ചെയ്യുന്ന വിഷയത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, നമുക്ക് കഥയ്ക്ക് ആശ്വാസമായ സ്ത്രീയുടെ വ്യഥ അത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന മുഹൂർത്തത്തിൽ ഒരുപാട് സാധ്യതകളുണ്ടാകും. ഒറ്റപ്പെട്ട സംഭവങ്ങളുണ്ട്. അതിന് നിർഭയ സംഭവങ്ങളുണ്ട്. ദിവസം ചിലപ്പോൾ നിർഭയ തുടങ്ങി ജീവിത അതിജീവിത അങ്ങനെ എന്തൊക്കെ പേരിട്ട് പരാജിത അപരാജിത അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ ഒരുപാട് സഹോദരന്മാർ, പ്രായഭേദങ്ങളിൽ ഒരുപാട് സഹോദരന്മാർ സൊസൈറ്റി കണ്ണീരിൽ മാത്രം കണ്ണീരിലൂടെ മാത്രം കണ്ണീരോടെ മാത്രം നടത്തുന്ന ഒരുപാട് യഥാർത്ഥ സംഭവങ്ങളുണ്ടാകുന്നത്. പക്ഷേ ഇതൊക്കെ അഭ്യസിക്കപ്പെടുന്നതല്ല. ഇത് കോടതിയിൽ ഇത് പലരും ഈ സിനിമയിൽ പറയുന്നത് പോലെ സത്യം ജയിക്കുന്നതല്ലേ കോടതി. ഇല്ല, തെളിവുകൾ ജയിക്കുന്നതാണ് കോടതി എന്ന് പറയുന്നത് ഒരു ദുരവസ്ഥ. അതൊരു പക്ഷേ പാർലമെന്റിലും നിയമസഭയിലും ഒക്കെ ചർച്ചയിലേക്ക് വളരെ ആധാരങ്ങളോടെ ചിന്തിച്ചൊരു ചർച്ചയിലേക്ക് വഴിതെളിയിക്കുന്നതിനുള്ള ഒരു സൂചന കൂടി ഈ സിനിമയിൽ, അന്ന് ഞാൻ മഹത്തായ സിനിമയിൽ അഭിമാനത്തോടെ അവകാശപ്പെടുന്നെങ്കിൽ അങ്ങനെ ഒരു ദൗത്യം കൂടി ജയശ്രീക്ക് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നതായിരുന്നു. ഞാൻ എൻ്റെ എക്സ്പെക്ടേഷൻ അത്രയും വലുതാണെന്ന് പറയുമ്പോൾ നിങ്ങളുടെ എക്സ്പെക്ടേഷൻ എത്ര വലുതാണെന്ന് ഭീമാകാരമായി മാറും. എനിക്ക് നന്നായിട്ട്
അതുപോലെ തന്നെ സേജൻ നായർ, അനിയകുമാർ, ഈ സിനിമ ആദ്യം പ്രവീണയെടുത്ത് ചേച്ചി വണ്ണിലാണ് 2021 വന്ന് പറയുന്നത്. ഒരുപാട് ചർച്ചകൾക്ക് ശേഷമാണ്